Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടൊപ്പം ജനശ്രദ്ധ നേടിയെടുക്കുകയാണ് അലങ്കാരങ്ങളും ചിത്രപ്രദർശനവും. നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന നാടകക്കഞ്ഞിയും ഗ്രാമത്തിലെ പ്രത്യേകതയാണ്. നാടക നഗരിയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് സ്കൂട്ടർ സൈക്കിൾ ജലധാര യന്ത്രമാണ്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തകനും KECB ജീവനക്കാരനുമായ CD ഫ്രാൻസിസ് ആണ് കുട്ടികൾക്കായി ജലധാര യന്ത്രം സ്ഥാപിച്ചത്. സൈക്കിളിൽ സ്കൂട്ടറിന്റെ മുൻഭാഗം ചേർത്ത് നിർമ്മിച്ച ജലധാര യന്ത്രം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നു. സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന മനോഹരമായ ജലധാര വ്യായാമം ഒരു വിനോദമാക്കി മാറ്റാമെന്ന സന്ദേശമാണ് നൽകുന്നത്. പവലിയന് പുറത്തും അകത്തുമുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഏറെ ആകർഷണീയമാണ്. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചിത്രരചനയ്ക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കലാകാരന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. സമൂഹത്തിലെ അവഗണനകൾക്കും അനീതികൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്ന ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. ഇത്തവണത്തെ നാടകോത്സവത്തിലെ പ്രധാന ആകർഷണം തുണിപ്പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. കവാടം മുതൽ വേദി വരെയുള്ള നടവഴിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊരുക്കിയത് വേലൂരിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ്. നാടകം കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും കഞ്ഞിയും ഉപ്പേരിയും എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഗ്രാമകം കഞ്ഞി കുടിച്ചാണ് മടങ്ങുന്നത്. കലാ സാംസ്കാരിക രംഗത്ത് പുത്തൻ ഉണർവ് നൽകുന്നതാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. നാടകോത്സവ പ്രവർത്തനങ്ങൾക്ക് മുതിർന്നവരോടൊപ്പം സ്ത്രീകളും ചെറുബാല്യങ്ങളും ചേരുമ്പോൾ ഗ്രാമകം നാടകോത്സവം നാടിന്റെ ഒരുമയും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന നാടകോത്സവം അക്ഷരാർത്ഥത്തിൽ ജനഹൃദയങ്ങളിലാണ് അരങ്ങേറുന്നത്. കർത്താവ് മരിച്ചത് മരക്കുരിശിലാണ്. പക്ഷെ ഒരാൾ മറന്നില്ല, തോമ. അവൻ കള്ളനാണ്, പക്ഷെ അവനറിയാം കർത്താവ് മരിച്ചത് മരക്കുരിശിലാണ്. ഈ സ്വർണം ഇത് അവർക്ക് തന്നെ കൊടുത്തേക്ക്. അവരെന്തെങ്കിലും ചെയ്യും. CB ന്യൂസ് വേലൂർ. You are watching VCV News.